நாடினாக புலிவால் மாட்டா சொல்லுன்னே மறுமருந்து இவிடெல்லாத்தீனும் கப்பேள முக்கு மறுபடி இவிடெல்லாத்தீனும் கப்பேள முக்கு കേട്ടോ ന്യൂ ഇയർ ദിവസം കേരളത്തിലെ കൺസ്യൂമർ ഫെഡിന്റെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രം വിറ്റത് 1,02,00,000 രൂപയുടെ മദ്യം. ഞാനേ രാഷ്ട്രീയം പറയാന്ന് വിചാരിക്കരുത്. കേരളത്തിലെ 712 ബാറുകൾ അടച്ചുപൂട്ടിയിട്ടും മദ്യവ്യവസായം കൂടിയതല്ലാതെ കുറഞ്ഞതായിട്ട് കണക്കുകൾ കാണിക്കുന്നില്ല. പിന്നെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും എന്തോരം വാർത്തകളാ പത്രത്തിൽ ദിവസവും കാണുന്നത്. ഇനി രാജസ്ഥാനിലെ ബാറുകളെല്ലാം പൂട്ടാൻ പോകുന്നു. പൂട്ടാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബാറുകൾ പൂട്ടിയോണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് വല്ല പരിഹാരം ഉണ്ടാവുമോ? ഇല്ല. ഗാന്ധിജി പറഞ്ഞതുപോലെ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മനം മാറ്റം വരുത്തി വേണം ഈ ശീലത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ. അല്ല നിയമം കൊണ്ടൊന്നും ഇത് നിരോധിക്കാൻ പറ്റില്ല. നിയമത്തിന് നിയമത്തിന്റേതായ ശരി, മനുഷ്യന് അവന്റേതായ ശരി. രണ്ടും ശരിയാണല്ലോ. അതങ്ങനെ ശരിയാവും? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഒരു ധീര ജവാന് ഒരൊറ്റ ശരിയേ ഉള്ളൂ, സ്വരാജ്യത്തെ രക്ഷിക്കാന്നുള്ള ശരി. ജയ് ജവാൻ, ധീര ജവാൻ. അല്ല കുഞ്ഞോനെ, ഈ രാജ്യസംരക്ഷകർക്ക് സർക്കാർ എന്തിനാ വില കുറച്ച് മദ്യം കൊടുക്കണേ? അത് ജോലി ചെയ്യുമ്പോഴും അതിനുശേഷം അത് ചേർത്തി ഈ കാശ്മീരിലെ കൊടും തണുപ്പിൽ കൈ വിറയ്ക്കാതെ തോക്ക് പിടിക്കുന്നതിന് വേണ്ടിട്ടാ. എടാ അങ്ങനെയാണെങ്കിൽ കൊടും ചൂടുള്ള രാജസ്ഥാനിലെ പട്ടാളക്കാർക്ക് എന്തിനാടാ മദ്യം കൊടുക്കണേ? അത് എന്നെ പോലെ ധൈര്യശാലികളായിരിക്കില്ലല്ലോ എല്ലാ പട്ടാളക്കാരും. അതും കൈ വിറയ്ക്കാതെ തോക്ക് പിടിക്കാൻ വേണ്ടിട്ടായിരിക്കും. അപ്പൊ ജോലിയിൽ നിന്ന് പിരിഞ്ഞു വന്നവർക്ക് പിന്നെ എന്തിനാ മദ്യം കൊടുക്കണേ? അതെ, പഴയ കാര്യങ്ങൾ ഓർത്ത് വിറയ്ക്കാതിരിക്കാനാ. എന്റെ ചേട്ടത്തി, ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല അന്നും ഇന്നും. എന്റെ വറീതേട്ടാ, ഇന്നല്ലേ ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. നിർത്തി. എടാ എന്ത് കാര്യങ്ങളാടാ? എന്താ നീ നിർത്തിയത്? ഇന്നത്തെ പത്രത്തിലുണ്ടെന്നേ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി എല്ലാം വിശദമായിട്ടുണ്ട്. നീ പത്രവായനയൊക്കെ തുടങ്ങിയോ? എന്നിട്ട് മദ്യം ധനനഷ്ടവും മാനനഷ്ടവും വരുത്തുന്നത് കൂടാതെ കിഡ്നിക്കും കരളിനും കേടുവരുത്തുന്ന പത്രത്തിൽ പറയുന്നത്. കൂടാതെ മാനസിക രോഗവും വരുത്തുമെന്ന്. നിർത്തി പറയതേട്ടാ, ലോകത്താകമാനം വർഷാവർഷം 3 കോടിയിലധികം ജനങ്ങളാണ് മദ്യപാനം മൂലം മരിക്കുന്നത്. അതുകൊണ്ട് നിർത്തി. ഈ വൃത്തികെട്ട പത്രം വായനത്തെ ഇന്ന് നിർത്തി. ഒന്ന് പോടെ, ഗുണം പിടിക്കാത്ത വൃത്തികെട്ടോ. പോയേക്കല്ലേ. കല്യാണമായാലും മാമൂലിസി ആയാലും പെരവാസോലി ആയാലും പെരുന്നാളായാലും കള്ളൂടി ഇപ്പൊ ഒരു ചടങ്ങാ. സങ്കടം വന്നാ കുടിക്കും. എന്തിനാ? സങ്കടം പോകാൻ. സന്തോഷം വന്നാ കുടിക്കും. എന്തിനാ? സന്തോഷം കൂടാൻ. ടെൻഷൻ വന്നാ കുടിക്കും. എന്തിനാ? ടെൻഷൻ പോകാൻ. ഓരോന്നിനും ഓരോ ന്യായമുണ്ടേ. പോകുന്നതോ പണവും ആരോഗ്യവും. പണത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ആരോഗ്യവും ആയുസും അതിന്റെ ടിപ്സ് എനിക്കറിയാം. അതെന്താണ് ഈ ടിപ്സ്? നടന്നാൽ ആയുസ് കൂടും. നാളെ വീണ് നടക്കുന്ന പോസ്റ്റ്മാൻ മരിക്കത്തില്ലായിരിക്കും അല്ലേ? സ്ലിംമാവാൻ നീന്തൽ ഉത്തമം. ജീവിതകാലം മുഴുവൻ നീന്തുന്ന തിമിംഗലം സ്ലിം ആകുമായിരിക്കും അല്ലേ? വെജിറ്റബിൾസ് കഴിച്ചാൽ ആയുസും ആരോഗ്യവും കൂടും. വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന മുയൽ ജീവിച്ചിരിക്കുന്നത് വെറും 5 വർഷം. ഒരു പണിയും ചെയ്യാത്ത ആമ ജീവിച്ചിരിക്കുന്നത് 150 വർഷം. അതുകൊണ്ടല്ലേ ഒരു പണിയും ചെയ്യാതെ ആയുസ് കൂട്ടാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് പോചാത്തപ്പൻ ചേട്ടാ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ഒരു ബീച്ചേ വെച്ചേരും. ഒന്ന് പോട്ടാ കുഞ്ഞോനെ. ചാത്തപ്പൻ ചേട്ടൻ പറഞ്ഞ പോലെ കുടിയന്മാരൊക്കെ അങ്ങനെ തന്നെയാ. പക്ഷെ കുടിക്കുമ്പോ അവന്റെ ആരോഗ്യവും പണവും കുടുംബമാണ് നശിക്കണമെന്ന് അപ്പൊ അവനറിയില്ല. ജീവിതത്തിലെ എല്ലാ തകർച്ചകളുടെയും കാരണം മദ്യപാനമാണ്. പണ്ടൊരു സന്യാസി ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഓപ്ഷനുണ്ട്. ഗപ്പ് കിട്ടുമോ? ഓപ്ഷനും ഗപ്പും ഒന്നുമില്ല. ചോദ്യം ഇതാണ്: ഒരു വേശ്യാസ്ത്രീയുടെ അടുത്ത് പോകുന്നതാണോ, ഒരാടിനെ കൊല്ലുന്നതാണോ, അതോ മദ്യം കഴിക്കുന്നതാണോ
ഏറ്റവും ചെറിയ പാപം. ഇതെല്ലാം ഒരു ഗ്രാമത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു മോശം സ്ത്രീയുടെ അടുത്ത് പോവുകയാണെങ്കിൽ രണ്ടുപേരല്ലേ നശിച്ചു പോണേ. അപ്പോ അതൊരു വലിയ പാപം തന്നെയാണ്. ഈ ആടിനെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കാര്യം അതൊരു കൊലപാതകമാണെങ്കിൽ ഒരു കുഞ്ഞു ജീവിയല്ലേ അത് വലിയ കുറ്റമൊന്നും അല്ല അല്ലേ? പിന്നെ മദ്യം കഴിക്കുന്ന ആളെയല്ലേ ബാധിക്കുന്നുള്ളൂ. അപ്പൊ ഒരാളെ നശിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതാണ് ഏറ്റവും ചെറിയ പാപം. ഞാൻ ജയിച്ചേ. ജയിക്കാൻ വരട്ടെ. ഈ ചോദ്യങ്ങൾക്കെല്ലാം സന്യാസി പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. എന്തുവാ? അയാൾ ആദ്യം മദ്യം കഴിക്കുന്നു. കുഞ്ഞുമോൻ പറഞ്ഞതുപോലുള്ള ഒരു ചെറിയ പാപം. പിന്നെ ആ മദ്യം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ അയാൾ പോയിട്ട് ആടിനെ കൊന്നു തിന്നുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ വേശ്യാസ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ ഇതിലേതാടാ ഏറ്റവും വലിയ പാപം? മദ്യപാനം തന്നെയാ. സകല അസന്മാർഗികതകൾക്കും ആദി കാരണമായിട്ട് മദ്യം നിലനിൽക്കുന്നു. മദ്യപൻ അധപ്പതിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ വിവേകരഹിതമാണ്. വീഞ്ഞ് പരിഹാസകനും കലഹക്കാരനുമാണ്.